ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ബേപ്പൂർ ഫെസ്റ്റിന് പോകണം. ബേപ്പൂർ ഫെസ്റ്റ് പ്രോഗ്രാമുണ്ട്. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീഡിയോ കിടക്കുകയാണ്. അച്ഛനുണ്ട്, ചേച്ചിയുണ്ട് എൻ്റെ കൂടെ വരുന്നത്. അച്ഛൻ്റെ ബാക്കിലുണ്ട്. അച്ഛൻ ഒരു ഹായ് പറഞ്ഞേക്ക്. എൻ്റെ കൂടെ ചേച്ചിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അച്ഛൻ ഇവിടെ എല്ലാം ക്ലീൻ ആക്കുകയാണ്. പ്രേക്ഷകരി, അച്ഛൻ വണ്ടി എടുത്ത് തുടങ്ങി. ഇനി നമ്മൾ നേരെ ബേപ്പൂരേക്ക് പോകാൻ പോണ്. പ്രേക്ഷകർ, നമ്മൾ വണ്ടി കഴിക്കണം. അച്ഛാ 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 എക്സൈറ്റഡ് ആണേ? നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നതും കൂടെ പറഞ്ഞെടുക്കും. ബേപ്പൂർ ഫെസ്റ്റ്, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2024. ഞാനും വിനീത് ശ്രീനിവാസൻ വിനീതാട്ടന്റെ ബാൻഡും കൂടെയാണ് പരിപാടി എടുക്കുന്നത്. ചേച്ചേ നമ്മളങ്ങനെ ബ്ലോക്ക് പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഭയങ്കര വലിയൊരു ബ്ലോക്കാണ്. ഇതൊക്കെ നമുക്ക് 7 മണിക്കാണ് പരിപാടി. നമ്മൾ 6:30 എത്താം. 3/4 മണിക്കൂർ ഇല്ല, 5 മിനിറ്റിൻ്റെ ബ്ലോക്ക്. അപ്പം ഞാൻ അച്ഛനും ഇവിടെ സങ്കടപ്പെട്ട് കുത്തിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കോട്ടോ. ബാക്കോട്ടൊക്കെ നിങ്ങൾ നോക്കി എത്ര വലിയ ബ്ലോക്കാ. പ്രേക്ഷകർ, ഇപ്പോൾ സമയം 6:45. ഞങ്ങൾ ഇപ്പോഴും ബ്ലോക്കിൽ തന്നെയാണ്. അച്ഛൻ എന്താണ് ഈ ബ്ലോക്കിനെ പറ്റി പറയുന്നത്? എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് ഭാവി. പരിപാടി 7 മണിക്കാ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ലേറ്റ് ആവും. അച്ഛൻ എന്തേലും പറയണ്ടോ? ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. എനിക്ക് മുള്ളുമലിരിക്കുന്ന എന്താപ്പ ചെയ്യാ? വലിയ ബ്ലോക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടോ? അതുകൊണ്ടോ ഇങ്ങനത്തെ ആൾക്കാരും പോകുന്നു. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ബൈക്കും പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ മാട്ടേ. അപ്പുറത്തുനിന്ന് എനിക്ക് വണ്ടി വരുന്നില്ല. നോക്കിയേ, കണ്ടോ? ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ആണ്, കണ്ടോ? ഫുള്ള് ബൈക്ക്. ഇങ്ങോട്ടൊരു വണ്ടി വരിക. ഇവിടുന്ന് 3.7 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ എത്തുന്ന നോക്കിയേ. നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? നമ്മളൊന്നും ചെയ്യണ്ട. എവിടെയോ എത്തിയുണ്ട്. നമ്മൾ തിരിച്ച് പ്രോഗ്രാമിന്റെ സ്റ്റേജിലെടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു പാർക്കിംഗ് ലോട്ടിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നമ്മള് ഇവിടുന്ന് ചിലപ്പോൾ നടക്കേണ്ടി വരും സ്റ്റേജിന്റെ അവിടേക്ക്. വിചാരിച്ചു ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി നമ്മൾ സ്റ്റേജിലേക്ക് നടക്കാന്ന്. കാരണം വേറൊരു രക്ഷയുമില്ല. എന്താ സത്യം പറഞ്ഞാൽ വേറൊരു രക്ഷയുമില്ല നമുക്ക് സ്റ്റേജിലെത്താൻ വേണ്ടിയിട്ട്. ഫുള്ള് ബ്ലോക്കാണ്. പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എത്തി. നമ്മൾ കാടും മടലും പുഴകളും താണ്ടി നമ്മളങ്ങനെ ഫൈനലി പരിപാടിയുടെ അവിടെ എത്തിക്കുകയാണ്. ഒരു 2 പോലീസ് ഏജന്മാരും പിന്നെ കുറച്ച് ചേട്ടന്മാരും കൂടെ വന്നിട്ട് ഞങ്ങളെ സഹായിച്ചു. നമുക്കങ്ങനെ ഞങ്ങൾ ഫുള്ള് അഡ്വഞ്ചറിങ് ആണ് പ്രേക്ഷകരെ. ഇനി ഞാനൊന്നും പറയുന്നില്ല. സ്റ്റേജിൽ കയറാൻ പാടുന്ന അടിച്ചു വിളിക്കുന്നത് നല്ല ക്രൗഡാണ് പ്രേക്ഷകരെ. അച്ഛനെന്താണ് പറയുന്നത്? ശ്വാസം കിട്ടുന്നില്ല. ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഭാഗ്യമുണ്ട് ചേച്ചിമാരെ അല്ലേ, അവരെ പോലീസുകളൊക്കെ ഉണ്ട്. പോലീസ് ചേച്ചിമാരുണ്ടായാലും പോലീസിൽ 3 ചേട്ടന്മാരോ 4 ചേട്ടന്മാരുണ്ടാണ്. സാറുമാരുണ്ട്. നേരെ സ്റ്റേജിൽ കയറും. നോക്കിക്കേ പ്രേക്ഷകരെ, ഇത്ര ആൾക്കാര്. വലിയ പ്രശ്നം ഉണ്ടായി. എല്ലാരും ബാക്കിലായതുകൊണ്ട് കുടുങ്ങിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി, ഇതൊക്കെ മാറ്റി ഇപ്പൊ റെഡിയായി. വീണ്ടും പരിപാടി തുടങ്ങാം.
ജലാൽ ഞാൻ ഇഷ്ടംപോലെ സീരീസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ജലാൽ ആങ്കർ മാത്രമല്ല കൂടെ നമ്മുടെ വിനീതേട്ടനുണ്ട് ഒരു ഹായ് പറഞ്ഞേക്കെ. പരിപാടി കഴിഞ്ഞു. ഒരു പാട്ടേ പാടാൻ പറ്റുള്ളൂ. അതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഭയങ്കര ജനമാണ്. പിന്നെ കാരണം അടിച്ചുള്ളിയൊക്കെ പാടിയ ആൾക്കാർ തുള്ളിയ പിന്നെ ഫുള്ള് ഒരു പ്രശ്നമായിരിക്കും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വേഗം പരിപാടി ആയിരുന്നു. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം. ശരി, നമ്മൾ തിരിച്ചു പോവാണ്. ഈ സ്ഥലം കച്ച ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞങ്ങൾ എങ്ങനെയോ പോയേ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ കയ്യും പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ നമ്മളുടെ വണ്ടിയുള്ള ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 1 കിലോമീറ്റർ കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രശ്നം നമ്മുടെ വണ്ടിയുള്ളത്. പക്ഷേ നോക്കിക്കേ എത്ര വലിയ ബ്ലോക്കാണ്. നമ്മളങ്ങനെ വണ്ടി കയറിയിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ഗേറ്റിൽ പോലും എത്തിയില്ല, അത്രയും ബ്ലോക്കാണ്. ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ മിക്കവാറും ഇന്ന് വേൾഡ് വൈഡ് ബ്ലോക്ക് ഡേ എന്ന് ഇടേണ്ടി വരും. നമ്മളങ്ങനെ നമ്മുടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ വിചാരിച്ച് വലിയ കട പോയിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ നല്ല ആൾക്കാരാണ്. കടയൊക്കെ തുറന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഫുഡ്? അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിൽ ചെല്ലാണ്. അപ്പോൾ നേരെ വീട്ടിലെത്തി കാണാം. നമ്മൾ വീട്ടിലെത്തി. അച്ഛൻ വണ്ടി വർക്ക് ചെയ്തോളൂ. നമുക്ക് അന്നവരെയും വീട്ടിൽ കയറാം. നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഹോം സ്വീറ്റ് ഹോം. അച്ഛാ ഞാൻ കൊട്ടിടൂ. സമയം എത്രയാ അച്ഛാ? സമയം എത്ര മണി? മറന്നായി. സമയം 1:10 1:10. ഞാൻ വേഗം ചെന്ന് കിടന്നുറങ്ങട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, നിങ്ങൾക്കറിയാലോ, ഞാൻ വീണ്ടും പറയാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കൂ. നമുക്ക് അടുത്ത വ്ളോഗിന് കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ.